ഗൈസ് നമ്മളൊന്ന് കാരാപ്പുഴ ഡാമിൽ വന്നു കേട്ടോ. നമ്മളിതൊരു അന്ന് പുഴയിലിട്ട് നോക്കിയിട്ടാണ് പിന്നെ എവിടെയും വന്നില്ല. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് പരീക്ഷ ഒന്ന് കാരാപ്പുഴ ഡാമിൽ. ഞങ്ങൾ ഡാമിൻ്റെ തുറക്കാം കേട്ടോ. ഇവിടെ മീൻ ഉണ്ടെങ്കിൽ അടിക്കേണ്ടതാണ്. പക്ഷേ അതെ കുറവാണ്. ഇനി ഇവിടെ ഒഴുകുന്നില്ലല്ലോ. അവിടെ ഇട്ടാലും ഇത് ഒഴുക്കിലിങ്ങ് പോരൂലേ? അറിയില്ല, നോക്കി നോക്കാം. പയ്യെ വലി പയ്യെ. മീൻ പോലും ഇതിൻ്റെ സ്പീഡിൽ നീന്തി പിടിക്കാൻ പറ്റില്ല. ഒരു സ്ട്രൈക്ക് കിട്ടിയതെങ്കിൽ സന്തോഷമായിരുന്നു ഗൈസ്. ആക്ച്വലി കാരാപ്പുഴ ഡാം തുടങ്ങുന്നൊരു സൈഡാട്ടോ. ഷട്ടർ തുറന്ന് വെള്ളം പോകുന്ന സൈഡ്. അവിടെ അത്യാവശ്യം നല്ല മീനുണ്ട്. കാരണം ഈ വെള്ളം ഇറങ്ങുന്ന അവിടെ ആൾക്കാർ വല കിട്ടുന്നുണ്ട്. കുടുങ്ങി കുടുങ്ങി ഗൈസ്, മീൻ കുടുങ്ങി. മീനിന്റെ പേര് കണ്ണപ്പൻ. വിസ്താരം എവിടെയല്ലേ? വിസ്താരം നമ്മള് ഗസ്റ്റ് നോക്കുന്ന പ്രോപ്പർട്ടിയാ. ഈ ആമ്പലിലാണ് മോനെ സാധനം അടിക്കുക. എന്ത് പണ്ടാരായാലും വേണ്ടി രസേ ഒരു മീനിനെ പിടിക്കാണെന്നൊരു പരിപാടി നടക്കില്ല. അവിടെ ഇറങ്ങുന്നൊരു വഴി ഇതാ. നീ ഇവിടെ എത്തിക്കോ. ഫ്രണ്ടിലേക്ക് റിസർവറോ? അതിനങ്ങോട്ട് വണ്ടി അവിടെ അതിൻ്റെ മണ്ടേ പോയിരുന്നു. അതിൻ്റെ വണ്ടി പോകില്ല. നമുക്ക് ആ ബൈക്കാരെ നിർത്തിയില്ലേ? നീ അവിടെ നിർത്തിക്കോ വണ്ടി. ഗായ്സ്, ഡാമിനൊക്കെ ഇടാൻ പറ്റിയ സ്ഥലങ്ങൾ നോക്കി ഞങ്ങൾ മടുത്ത്. എന്തായാലും ഇന്നൊരു മീൻ പിടിക്കാണ്ട് ഞാൻ വീട്ടിൽ പോകില്ല, ഉറപ്പാ ഗൈസ്. സീനാണ് ഗൈസ്. ക്രോക്സിൻ്റെ സ്ഥിതിയിൽ ഇപ്പോൾ നോക്കണ്ടേ. മിക്കവാറും ചൂണ്ടയും കൊണ്ട് ഇപ്പോൾ പോയി ഗൈസ്. ജസ്റ്റ് എൻ്റെ ഫ്രോഗ് കുടുങ്ങി. എൻ്റെ ഫ്രോഗ് കുടുങ്ങി. പിടിക്കി അവിടെയെങ്കിലും കായ് നോക്കണേ. കൈ എന്തേ പറ്റിയോ? എന്താ പറ്റിയേ? ഒടിയേ? എന്താ? ആ കമ്പ് പൊടിയതാ, മുള്ള. ആലോചിച്ചിട്ട് വാളന്ന്. ഒരു ചേട്ടൻ ഇരിപ്പുണ്ട് അവിടെ. ഒരു ചേട്ടൻ അവിടെ ഇരിപ്പുണ്ട് ലെഫ്റ്റ് സൈഡിൽ. ഇനിയിപ്പോൾ ഇവിടെ നിന്നുള്ള വീഡിയോ ഇട്ടിട്ട് എന്തെങ്കിലും പ്രശ്നമാകുമോ? ചേട്ടാ എന്താ സ്ഥിതി? വന്നിട്ടുള്ളൂ.
ഗൈസ് ഇന്ന മീൻ എന്നൊന്നുമില്ല, എന്തെങ്കിലും ഒരു മീൻ കിട്ടിയാൽ മനസ്സിനൊരു സന്തോഷമായിരുന്നു. അവിടെ പറഞ്ഞിട്ടുണ്ടോ? എവിടെ കണ്ടില്ല? അവിടെ പറഞ്ഞിട്ടുണ്ടോ? നീ കാണില്ല? എനിക്ക് കണ്ണ് കണ്ടുകൂടാ, നിനക്ക് അറിഞ്ഞൂടി. കുറച്ച് ലോങ് എറി. നീ എന്നെയും കൂടെ നോക്കണേ, കുളത്തിൽ പിടിച്ച് ചിലപ്പോൾ ഞാനായിരിക്കും കുളത്തിലുണ്ടാവുക. ഏത് ഒച്ചുണ്ടാക്കിയത് മീൻ കിട്ടൂല. നാട് പോടാന്നൊക്കെ എരിയും പറയുന്നുണ്ടാവുക മനസ്സിൽ. അയ്യോ, എന്തത്? സിബി വരാലൊക്കെ ബ്രീഡാവുന്ന സമയം കേട്ടോ. പക്ഷെ ഇവിടെ ഏരിയയിൽ ഏറ്റവും കൂടുതലുള്ളത് കാർപ്പാണ്. ഒരുപാട് മീൻ വന്ന് മറിഞ്ഞ് ഓക്സിജൻ എടുത്ത് പോകുന്ന കാണുന്നുണ്ട്, പക്ഷെ ഒന്നും അടിക്കുന്നില്ല. പറഞ്ഞ അടിച്ചായിരുന്നെങ്കിൽ ഹാപ്പിനെസ് ആയിരുന്നു. വലിയ മീനെ കിട്ടി. ഞങ്ങൾ ഇതുവരേക്കും 10 ആമ്പൽ പിടിച്ചു. ഫ്രഷ് ആമ്പൽ സാധനം കണ്ടിട്ട് കണ്ടോ? ഫ്രഷ് ആമ്പൽ. ചൂണ്ടയിൽ ആമ്പൽ പിടിക്കാൻ ആരെ കൊണ്ട് പറ്റും? സ്പെഷ്യൽ ലൂറിലാണ് ഞാൻ ആമ്പൽസൊക്കെ അടിച്ചിരിക്കുന്നത്. പക്ഷെ ഇവനെ റിമൂവ് ഈ ലൂറില്ലേ അറേബ്യൻ കടലൊക്കെ ഉള്ള സാധനമാണ്. അവിടെ പുള്ളി ഇട്ടോട്ടെ, നീ ഇങ്ങോട്ട് പോ. അവിടെ തന്നെ ഇവിടെ ആയിരിക്കും കിട്ടുക. ചപ്പൻ ചണ്ടിയൊക്കെ പോകുന്നുണ്ടല്ലോ കൂടെ. അടുത്ത 2 മീനെ വാങ്ങിയിട്ട് വരായിരുന്നു. എവിടെ ഞാൻ കുത്തുമര്യാദ കൊണ്ടിട്ട് പിടിച്ചോ. അതിപ്പോ അവിടെയും പോയില്ലല്ലോ. ഈ ആമ്പലിന്റെ ഇടയിലാ മീൻ ഉണ്ടാവുക. ഞാൻ കുഴങ്ങി. അക്ഷയ് ഇപ്പോൾ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. മീനല്ല, മീൻ പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര കിട്ടി? 10 ഷാപ്പി കൊടുക്കാമല്ലോ കേട്ടോ. ഒരു കപ്പയും പന്നിക്കുള്ളത്. 3 മണിക്കൂറായി ഞങ്ങൾ വന്നിട്ട്. ഒരു 3 മീൻ മറിഞ്ഞിങ്ങനെ പോയി വലുത്. പക്ഷെ അടിച്ചില്ല, കാരണം നമ്മളത്ര എക്സ്പീരിയൻസ്ഡ് അല്ല. പക്ഷെ ഞങ്ങൾ നെവർ ഗീവ് അപ്പ് സീനാണ്. ഞങ്ങൾ ഇവിടുത്തെ നീണ്ട 3 മണിക്കൂറിൻ്റെ ചൂണ്ടയിടലിന് ശേഷം ഒരു കിണ്ടിയും കിട്ടാതെ ഞങ്ങൾ തിരിച്ചു പോകണം. പക്ഷെ ഞങ്ങൾ നെവർ ഗീവ് അപ്പാണ്. ഞങ്ങൾ നെല്ലാർച്ചാലുവാണ്. ഇവിടുന്ന് 10 കിലോമീറ്റർ വേറെ സ്പോട്ടുണ്ട്. അവിടെ നല്ല മീനാന്ന് പറഞ്ഞാൽ ഒരു മീൻ പിടിക്കാൻ കഴിച്ചു. ഫസ്റ്റത്തെ ആ ഒരു മീൻ കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ്, സന്തോഷം എനിക്ക് ഫീൽ ചെയ്യണം.
അല്ലാണ്ട് തിരിച്ച് വിഷമവും. ഇവിടുന്ന് പോകട്ടോ. ഞങ്ങൾ നെല്ലാച്ചാറിലെത്തിട്ടോ. കാണുന്ന നെല്ലാച്ചാലാണേ. അപ്പോൾ വിശന്നിട്ട് ചോറ് നോക്കിയാൽ വന്ന് ചോറ് കിട്ടിയില്ല. പകരം ബിരിയാണി. ചെറിയൊരു കട കണ്ടിട്ടുണ്ട്. എൻ്റെ ബിരിയാണി തോന്നുന്നു. ഇത് കഴിച്ചിട്ട് വേണം ഇനി. ഉണ്ടോ ആണല്ലേ? സൂപ്പർ. എന്നാൽ കഴിച്ചിട്ട് ബാക്കി പേരുകൾ പറയട്ടോ. ഗൈസ്, ഞങ്ങൾ ഞങ്ങളുടെ അടുത്ത ലൊക്കേഷനിലെത്തി. ഇതാണ് നെല്ലാർച്ചാൽ. അയ്യോ, സംഭവം ഇപ്പോൾ ഈ വടിയും കൊണ്ട് മാങ്ങ പറിക്കാം. രസിയ അതാണ് നടക്കുള്ളൂ. ഇവിടെയൊക്കെ ചെളി പിളി കേട്ടോ. പക്ഷേ ഇവിടെ എവിടെ ഇടാനാ? അതെവിടെ ഇറങ്ങാമല്ലോ. ഇവിടെ ചേട്ടൻ ചൂണ്ടിടുന്നുണ്ട് കേട്ടോ. ചേട്ടാ കിട്ടിയായിരുന്നോ എന്തേലും? ആണോ? അപ്പുറത്തേക്ക് പറ്റുമോ? ഉണ്ടോ? ആണോ? ഇവിടെ എന്താ കിട്ടാ? ചെറുമീന എന്താ ഉണ്ടാവുക കൂടുതലൂടെ? ഉണ്ട്. ലൂറിലടിക്കൂലേ? ഇല്ലേ? നോക്കി നോക്കട്ടെ. എൻ്റെ അടുത്ത് എരയുണ്ട്, അല്ലെങ്കിൽ ലൂറും ഉണ്ട്. ഇല്ല, മണ്ണിലുണ്ട്. പിന്നെ ചെമ്മീന് അല്ല, കുറേ കൊളുത്തുള്ളു. അല്ല, സ്പൈഡർ ഹൂക്ക് അല്ല, അല്ലാണ്ട് തന്നെ മണ്ണിൻ്റെ കൊളുത്തേണ്ടി വരും. അതിലിട്ടോക്കല്ലേ? ആണല്ലേ? ആണോ? ഓക്കെ, താങ്ക് യു ചേട്ടാ. ശരി ശരി, ഓക്കെ. ആദ്യമായിട്ട് ഒരാൾ എന്നെ കണ്ടിട്ട് മീനടിക്കുന്നു പറയണത്. മാനസികം പോയാ ഇതവിടെ ആളറാ. മോനെ സൽബിളി സെളിബിളിയാണ് മോനെ. ഇതാ നമ്മുടെ പോലത്തെ ചൂണ്ടുണ്ടല്ലോ അവിടെ. റീലൊക്കെ ഉണ്ടോ? ആരുണ്ടോ അവിടെ? എറിഞ്ഞ് കളഞ്ഞ് ഊപ്പാടളകി നിൽക്കുന്ന ടിൽസൺ പെരേര. നമ്മൾ വിചാരിച്ച പരിപാടിയല്ല. ഭയങ്കര പാടായി. ഒറ്റ സ്ട്രൈക്ക് കിട്ടി സത്യമായിട്ട്. വേറെ ഒന്നും കിട്ടിയിട്ടില്ല. അത് ഹുക്കപ്പ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് അതെടുക്കാനും പറ്റിയില്ല. നാട്ടിൽ കാലെത്താൻ പറ്റുന്ന അവസ്ഥയായി. കല്ലിനും പിടിച്ചിട്ട് വരുന്നു പറഞ്ഞാൽ വീട്ടിൽ. സംഭവം ജിമ്മിന് വേണ്ട, ശരീരം അനങ്ങുന്നുണ്ട്. കുറേ ആൾക്കാർ വലയൊക്കെ ഇട്ട് മീൻ പിടിക്കുന്നുണ്ട്. കഷ്ടപ്പെടണം. വല മേടിക്കേണ്ടി വരും മിക്കവാറും. ഞങ്ങളൊരു ബോട്ട് എടുത്താണ് ആലോചിക്കുന്നത്. പക്ഷെ ഇവിടെ കിട്ടില്ല, കൊച്ചിയിലേ കിട്ടുള്ളൂ. അടിപൊളി ക്ലൈമറ്റ്. കരയിൽ മീനെ പിടിക്കാനാ. ഒന്നും കിട്ടുന്നില്ല. ഈ പുഴൻ്റെ വേറെ സൈഡുണ്ടോ? ഇവർ അറിയില്ല മീൻ പിടിക്കാൻ. ഇതൊരു നേക്കാണ്. ജസ്റ്റ് മിസ്സായി ഗൈസ്. അതായത് നമ്മൾ പഠിക്കുന്നല്ലേ ഉള്ളൂ. സൈക്കിൾ കിട്ടിയപ്പോൾ ഹുക്കപ്പ് ചെയ്യാൻ അറിയാണ്ടായിപ്പോയി. അവിടെ എന്താ ചാടിയല്ലോ.
എടാ അത് തവള. എന്ത് തവളടാ? എടാ പട്ടി. ഇല്ല ഞങ്ങൾക്ക് നെല്ലാർ ചാനലിൽ ഒന്നും കിട്ടിയില്ല കേട്ടോ. അവിടെ രാവിലെ തൊട്ട് വന്ന് മന ഇട്ടവർക്ക് ഒരു മീൻ കിട്ടിയിട്ടില്ല, എന്താ അറിയിട്ടില്ല. പിന്നെ ഇതിപ്പോൾ ഒരു ലെഫ്റ്റാണല്ലോ, നമ്മളിപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്കൊരു ഒരു തടാകം പോലെ കണ്ടിട്ട് അപ്പോൾ അവിടെ കുറേ പിന്നെ മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് അങ്ങോട്ട് നിന്ന് പോയി നോക്കുക, ചുമ്മാ ഇവിടെ കൂടെ വെച്ച് നോക്കിയിട്ട് പോവാം. ഒരു പരല് കിട്ടിയ സന്തോഷമായിരുന്നു, മനസ്സിനൊരു സന്തോഷമായിരുന്നു. ഗൈസ് ഇത് കണ്ടോ, ഞങ്ങളുടെ ഇന്നത്തെ 3ാമത്തെ സ്പോട്ടാണ് അത്. ഗൈസ് ഇതിലൊന്നും ഞങ്ങൾ തോറ്റുപോകില്ല. ഒരു അടിപൊളി ഫിഷിംഗ് വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും. അന്ന് ഞങ്ങൾ മീനും പിടിക്കും ഗൈസ്. നമ്മുടെ പ്രതീക്ഷ നമ്മൾ കൈവിടരുത്. നമ്മൾ ട്രൈ ചെയ്താൽ കിട്ടാതായിട്ടൊന്നുമില്ല, ഞങ്ങൾ പിടിച്ചിരിക്കും. വൈകാതെ തന്നെ ഞങ്ങൾ അടിപൊളി ഫിഷിംഗ് വീഡിയോ വരുന്നതാണ് കേട്ടോ. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ. കയ്യൊക്കെ ഒടിഞ്ഞ് ഗൈസ്, വീട്ടിൽ പോട്ടെ. ചെളി പൊളിയാണ് ഇവിടെയൊക്കെ, വീട്ടിൽ പോയി കുളിക്കണം.